ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് സർവീസിൻ്റെ കാര്യത്തിലുള്ള ടൈം ഓഫ് സപ്ലൈ ആണ്. എന്തിനാണ് സർവീസിൻ്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്താണ് ഒരു റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻറ്റിന് ഗവൺമെൻറ്റിലേക്ക് അയാൾ ടാക്സ് അടയ്ക്കേണ്ട ടൈം ഏത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ടൈം ഓഫ് സപ്ലൈ നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, സപ്ലൈ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടേമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സപ്ലൈ എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഒരു സിംഗിൾ ടേമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എന്നാൽ സപ്ലൈ എന്ന് പറയുന്ന സിംഗിൾ ടൈമിൽ ഒട്ടനവധി കാര്യങ്ങൾ വരുന്നുണ്ട്, ഒട്ടനവധി ടാക്സിബിൾ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേ സെയിം രീതിയിൽ സർവീസിൻ്റെ കാര്യത്തിലുള്ള സപ്ലൈയിലാണെങ്കിലും ശരി, ഒട്ടനവധി ആയിട്ടുള്ള ടാക്സിബിൾ ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ടാക്സിബിൾ ഇവൻറ്റ് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഗവൺമെൻറ്റിലേക്ക് ഏത് ടാക്സ് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ആ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് ഫേമിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന്, സർവീസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ സർവീസ് സ്വീകരിക്കുന്നതിന് മുമ്പേ മുൻകൂട്ടി എന്ത് കൊടുക്കണം? അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ആ സർവീസിനുള്ള ചാർജ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ സപ്ലയർ അവസാനം എന്ത് ചെയ്യും? അയാൾ റെസിപ്പിയൻറ്റിന് സർവീസ് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതിനുശേഷം എന്താണ്, നമ്മുടെ റെസിപ്പിയൻ്റ് സപ്ലയറിന് പൈസ കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും അവരവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോരോ ട്രാൻസാക്ഷൻ സംഭവിച്ചായിട്ട് എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സപ്ലൈയുടെ അകത്ത് ഈ രീതിയിൽ നടക്കുന്ന സപ്ലൈ ഓഫ് സർവീസിൻ്റെ ഉള്ളിൽ ഏതാണ് ടാക്സബിൾ ഇവൻ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസിൽ നടക്കുന്ന ടാക്സബിൾ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഏതൊരു ബിസിനസ്സുകാരനും ഏത് സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏത് ടാക്സ് റേറ്റിലാണ് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനും സാധിക്കുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ടാക്സിബിൾ പോയിന്റ് അറിയാൻ. രണ്ടാമത്തെ കാര്യം, സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇയാൾക്കുണ്ട് ഈ സർവീസ്, ആ പർട്ടിക്കുലർ സർവീസിന് ചിലപ്പോൾ 18% GST ടാക്സ് റേറ്റ്. പക്ഷേ ഇയാൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്, ആ സർവീസിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് വ്യത്യാസം വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ 12% കുറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഏത് ടാക്സ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന സർവീസിന് അയാൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കേണ്ടത്, അത് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈം ഓഫ് സപ്ലൈ ഇൻ ദ കേസ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് 4 രീതിയിലുള്ള സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജ് അല്ലേ. അതായത് നമുക്കറിയാം, നമ്മുടെ റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻ്റെ ടാക്സ് എമൗണ്ട് ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. നമ്മളത് ഗുഡ്സിൻ്റെ കാര്യത്തിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഏതെങ്കിലും GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ടും, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ആ സർവീസിൻ്റെ ചാർജും സപ്ലയർക്ക് കൊടുക്കും. ടാക്സ് എമൗണ്ട് സപ്ലയർ മുഖേന ഞാൻ ഇങ്ങോട്ട് അടയ്ക്കും, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും. ആ ഒരു മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, അതുകൂടാതെ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ സർവീസ് എങ്ങാനും പർച്ചേസ് ചെയ്യുന്നത് GST രജിസ്റ്റർ ചെയ്യാത്ത അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണെങ്കിൽ സർവീസിൻ്റെ ചാർജ് മാത്രം അയാളുടെ കയ്യിൽ കൊടുക്കുകയും അതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ട് ഞാൻ തന്നെ റെസിപ്പിയൻ്റായി ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന മെക്കാനിസം, അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി സർവീസ് ഞാൻ പർച്ചേസ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പഠിച്ചിരുന്നു അല്ലേ, എക്സ്ചേഞ്ചബിൾ ഗുഡ്സ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ കാശ് കൊടുക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള കൂപ്പൺ ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന സർവീസിന് ഉണ്ടാകുന്ന ടാക്സ് ടൈം ഏതെന്ന് തീരുമാനിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എക്സ്ചേഞ്ചബിൾ സർവീസ്
ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ എക്സ്ചേഞ്ചബിൾ സർവീസ് എന്ന് പറയുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിസീവബിൾ കേസസ്. അതായത് നമ്മൾ ഈ ബിസിനസ്സുകാരൻ റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കാതെ ബ്ലാക്കിൽ ഏതെങ്കിലും രീതിയിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഇത് ഏത് തരത്തിലുള്ള GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്പെക്റ്റീവ് അതോറിറ്റി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സർവീസിന് റെസിപ്പിയൻ്റ് ആ സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ടാക്സ് ടൈം തീരുമാനിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ 4 രീതിയിലുള്ള സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടാക്സിബിൾ ടൈം സർവീസിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജ്. അതായത് സപ്ലയർ തന്നെ റെസിപ്പിയൻ്റ് ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് പേ ചെയ്യുന്ന സന്ദർഭം. ഇതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഫോർവേഡ് ചാർജിൽ സംഭവിക്കുന്നത്. ഇവിടെ 2 രീതിയിലുള്ള കാര്യമാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈസ് ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 31 ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അതായത് നമുക്ക് നമ്മുടെ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോർവേഡ് ചാർജിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന്, ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം ഓഫ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണോ, അങ്ങനെയാണെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. അല്ല, ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് നോട്ട് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അതായത് നമുക്ക് ഡ്യൂ ഡേറ്റിന് ശേഷമാണ്, അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റിന് ശേഷമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കണമെങ്കിൽ ഉള്ള ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ 2 സന്ദർഭത്തിൽ വെച്ചാണ് നമ്മൾ ഫോർവേഡ് ചാർജിൻ്റെ കാര്യത്തിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈസ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ ദ ടൈം സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 31 ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത് സർവീസ് ഒരു റെസിപ്പിയൻറ്റിന് കിട്ടിയതിന് ശേഷം സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തേക്കുന്നത് ആ ഡ്യൂ ഡേറ്റിന് ഉള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ടാക്സിബിൾ ഡ്യൂ ഡേറ്റ് സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് ഏതെന്നാണ് നമ്മൾ ഏറ്റവും പഠിക്കേണ്ടത്. ഓക്കെ, ആ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരിക്കേണ്ട ഡേറ്റുകൾ ഏതൊക്കെയെന്ന് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് പഠിക്കാം സർവീസിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റുകൾ ഏതൊക്കെയെന്ന്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചിരുന്നു ഗുഡ്സിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റ്. അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ ഉള്ള ഡ്യൂ ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതൊക്കെ സമയമാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് ഡ്യൂ ഡേറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സിനെ 4ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ഒന്ന്, നോർമൽ സിറ്റുവേഷൻ. 2 എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ്. പിന്നെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്, അല്ലെങ്കിൽ സിസഷൻ ഓഫ് സപ്ലൈ ബിഫോർ കംപ്ലീഷൻ. ഇങ്ങനെ 4 രീതിയിലായിട്ടാണ് സർവീസിൻ്റെ കാര്യത്തിലുള്ള ഡ്യൂ ഡേറ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ 4 സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നോക്കുക, നോർമൽ സിറ്റുവേഷനിലാണ് എങ്കിൽ ബിഫോർ ദ പ്രൊവിഷൻസ് ഓഫ് സർവീസ് വിത്തിൻ 13 ഡേയ്സ് 45 ഡേയ്സ് ഫോർ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, NBFC ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, ഒരു നോർമൽ സിറ്റുവേഷനിലാണ് ഒരു സർവീസ് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും ഒരു റെസിപ്പിയൻറ്റിന് കിട്ടിയേക്കണമെങ്കിൽ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് അയാൾക്ക് സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ളിലായിരിക്കണം അയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ NBFC അതുപോലെ തന്നെ എന്താണ് ബാങ്ക്സ്, അതർ ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസുകളാണ് ആ രീതിയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ബാങ്ക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, NBFC ആ മുതലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് ഒരു സപ്ലയർക്ക് ആ രീതിയിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഒരു റെസിപ്പിയൻറ്റിന് സർവീസ് കിട്ടുന്നതെങ്കിൽ 45 ദിവസം സർവീസ് കിട്ടി 45 ദിവസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി, 45 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. ആ 45 ദിവസമായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു 45 ദിവസമായിരിക്കും ഡ്യൂ ഡേറ്റിന് വേണ്ടിയുള്ള ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സിന് വേണ്ടിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടാക്സിബിൾ സപ്ലൈസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ് only in the case of insurance company, banking company, financial institutions including NBFC, telecom company or notified suppliers. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ് എന്നാണ്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന്
കേരളത്തിലും ബ്രാഞ്ചുണ്ട്, തമിഴ്നാട്ടിലും ബ്രാഞ്ച് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നോർമലി ആ ബിസിനസ്സുകാരുടെ 2 ബ്രാഞ്ചുകളും 2 സ്റ്റേറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ബ്രാഞ്ചുകളും എന്ത് ചെയ്യുന്നുണ്ടാകും, അവരവരുടെ സ്റ്റേറ്റിൽ സെപ്പറേറ്റ് GST അടക്കത്തെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ കേരളത്തിലെ ബ്രാഞ്ചിൽ നിന്നും ഒരു സർവീസ് തമിഴ്നാട്ടിലെ ബ്രാഞ്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സർവീസിൻ്റെ സപ്ലൈയിൽ ഏത് സമയത്താണ് ആ സർവീസ്, ഏത് ബ്രാഞ്ചാണ്, കേരളത്തിലെ ബ്രാഞ്ചാണ് തമിഴ്നാട്ടിലെ ബ്രാഞ്ചിന് എന്ത് കൊടുത്തേക്കുന്നത്, സർവീസ് സെയിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ബ്രാഞ്ചായ സപ്ലയർ ഏത് സമയത്താണ് അവരുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ, അല്ല എങ്കിൽ സർവീസ് കിട്ടി അതിനുശേഷം അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സർവീസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന ടൈമിലോ എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തുണ്ടാകണം. ഓക്കെ, അതാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിങ് പേഴ്സൺസ് തമ്മിലുള്ള ഈ സർവീസിൻ്റെ കാര്യം, സെയിൽ ഓഫ് സർവീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NBFC ഫേംസ്, ടെലികോം കമ്പനീസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ് എന്ന് പറയുന്നത് അത് ഓരോന്ന് ഇൻഡിവിജ്വലി പഠിക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സപ്ലൈസ് ഏതൊക്കെയോ. അപ്പോൾ ആ രീതിയിലുള്ള ബിസിനസ്സുകാർ തമ്മിലുള്ള, ആ രീതിയിലുള്ള പാർട്ടീസ് തമ്മിലാണ് ഒരു സർവീസിൻ്റെ സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റെസിപ്പിന്, ആ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ, അല്ല എങ്കിൽ സർവീസ് കിട്ടിയതായിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ടൈമിലോ ആയിരിക്കണം എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതൊന്നുമല്ല, ഇനി നമ്മൾ ചില കാര്യം അതാണ് ഈ രീതിയിലുള്ള സർവീസുകളുടെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് സപ്ലൈ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സപ്ലയർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് നമുക്ക് സർവീസ് കിട്ടുകയാണെങ്കിൽ ആ രീതിയിലുള്ള സർവീസിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കാം നമ്മൾ ഡ്യൂ ഡേറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സപ്ലൈ ആണ്. കണ്ടിന്യൂസ് സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സർവീസ് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മുടെ റെസിപ്പിന് കിട്ടുകയാണെങ്കിൽ, റെസിപ്പിൻ്റെ ബിസിനസ്സുകാർക്ക് കിട്ടുകയാണെങ്കിൽ ഏത് ടൈമിലാണ് ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ടൈമാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതെന്ന് നമുക്കുള്ള തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് സപ്ലൈക്ക് ഒരു ബെസ്റ്റ് ഉദാഹരണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് കിട്ടുകയെന്ന് കരുതുക. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്, ഓക്കെ, അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പഴയ BSNL സർവീസ് ആണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കിട്ടുന്നതെങ്കിൽ അത് തുടർച്ചയായിട്ട് കിട്ടുന്നൊരു സർവീസാണ് അല്ലേ. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും എന്തുണ്ടാകും, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഉണ്ടാകും. അപ്പോൾ അവർ ബില്ല് പേ ചെയ്യുന്നതും ഒരു നിശ്ചിത ടൈം പീരീഡ് വെച്ചായിരിക്കും പേ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, ഞാൻ BSNL നിന്ന് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എടുത്തു, എനിക്ക് ആ സർവീസ് കിട്ടി. അത് എല്ലാ മാസം 2 മാസം കൂടുമ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിനുള്ള പേയ്മെൻറ്റ് ഞാൻ പേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാസം പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസം 5-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് പറയുന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ആ പേയ്മെൻറ്റ് പേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ എനിക്ക് ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റി എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, എനിക്ക് ബില്ല് ഇഷ്യൂ ചെയ്തുണ്ടാകണം, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൺ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പറഞ്ഞേക്കുവാണ് ഞാൻ എല്ലാ മാസവും ഇന്ന ഡേറ്റിൽ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകാം, പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾ പറഞ്ഞിരിക്കുന്ന ആ ഡേറ്റിന് തൊട്ട് മുമ്പേ എന്ത് പേ ചെയ്തിട്ടുണ്ടാകണം, എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അതാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസിൻ്റെ കാര്യത്തിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഈ സർവീസിന് ഇന്ന മാസം അതായത് ഒരു നിശ്ചിത ടൈം അല്ലെങ്കിൽ എല്ലാ മാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിശ്ചിത 2 മാസം കൂടുമ്പോൾ ഇന്ന ഡേറ്റിൽ ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പൈസ തന്നേക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പേ എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, ആ സപ്ലയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ റെസിപ്പിന് കൊടുക്കുന്ന സർവീസിന് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. ആ ഒരു കാലഘട്ടം വരെ ഉള്ള ടൈം പീരീഡാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു ടൈം പീരീഡ് നമ്മുടെ റെസിപ്പിയൻ്റ് ഇങ്ങനെ ഈ രീതിയിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ സർവീസ് ഡെലിവർ ചെയ്യുന്ന പാർട്ടി, ഈ സർവീസ് സ്വീകരിക്കുന്ന പാർട്ടി ഉണ്ടാകും അല്ലേ, ഈ സർവീസ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പാർട്ടി ഉണ്ടാകും, സപ്ലയർ. സപ്ലയറുടെ അക്കൗണ്ടിൽ എന്നാണോ പൈസ കിട്ടുന്നത് ആ പൈസ കിട്ടുന്ന ഡേറ്റിൽ മസ്റ്റായിട്ട് എന്ത് കൊടുക്കുക, ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുക. അതായിരിക്കാം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്താണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഒരു എയർടെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് സ്വീകരിച്ചേക്കുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ് എല്ലാ മാസം 5-ാം തീയതി മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകും, ഞാൻ ഇദ്ദേഹത്തിന് പൈസ തന്നേക്കാമെന്ന് പറഞ്ഞേക്കാണ്. റെസിപ്പിയൻ്റായി ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് സ്വീകരിക്കുന്ന പാർട്ടിയായി ഞാൻ എല്ലാ മാസം 5-ാം തീയതി പൈസ തന്നേക്കാമെന്ന് പറയുകയാണെങ്കിൽ 5-ാം തീയതിക്ക് മുമ്പേ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഞാൻ ആ പേയ്മെൻറ്റ് നടത്തുന്ന 5-ാം തീയതിക്ക് മുമ്പേ മസ്റ്റായിട്ട് എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതാണ് ആദ്യത്തെ സന്ദർഭത്തിലെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ എയർടെൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് സ്വീകരിക്കുന്നു. പക്ഷേ ഞാനിങ്ങനെ പൈസ കൊടുക്കാമെന്നുള്ള ഡേറ്റ് എല്ലാ മാസം ഇന്ന ഡേറ്റിൽ പൈസ കൊടുക്കാമെന്ന് മെൻഷൻ ചെയ്ത് പറയുന്നില്ല. ഞാൻ എനിക്ക് ഒരു നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ എനിക്ക് ചിലപ്പോൾ 5-ാം തീയതി ആയിരിക്കാം, ചിലപ്പോൾ 6-ാം തീയതി ആയിരിക്കും, ചിലപ്പോൾ 7-ാം തീയതി ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സ്വീകരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിന് ഞാൻ പൈസ അടയ്ക്കുന്നത്. ആ പൈസ എനിക്ക് സർവീസ് തരുന്ന ആളുടെ അക്കൗണ്ടിൽ എന്നാണോ ക്രെഡിറ്റ് ആകുന്നത് അന്ന് തന്നെ അയാൾ എനിക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ഡേറ്റ് നമ്മുടെ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് പേയ്മെൻറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡേറ്റ് തന്നിട്ടില്ല എങ്കിൽ എന്നാണോ ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, നമ്മുടെ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സിൻ്റെ അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് അതായിരിക്കും, ആ ടൈം ആയിരിക്കും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ്സുകാരൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചേക്കുന്ന സെയിം രീതിയിൽ തന്നെ ഒരു കൺസ്ട്രക്ഷൻ സർവീസൊക്കെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇങ്ങനെ സർവീസ് നമുക്ക് ഇനി മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് നമുക്ക് സർവീസ് കിട്ടുന്നത്, ഒരു റെസിപ്പിന് സർവീസ് കിട്ടുന്നത് വളരെയധികം കണ്ടിന്യൂസ് ആയിട്ട് വളരെയധികം കാലഘട്ടത്തേക്കാണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എനിക്ക് വലിയൊരു ബിൽഡിംഗ് ആവശ്യമുണ്ട്. ഓക്കെ, വലിയൊരു ബിൽഡിംഗ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സമീപിച്ചു. അവർ പറഞ്ഞു ഞാൻ 1 കൊല്ലത്തിനുള്ളിൽ എന്താണ് ഈ ബിൽഡിംഗ് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ ബിൽഡിംഗ് നിർമ്മിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് സർവീസ് കിട്ടുന്നത് വളരെയധികം നീണ്ട കാലഘട്ടം കൊണ്ടാണ് എനിക്ക് സർവീസ് മൊത്തം കിട്ടിത്തീരുന്നത് അല്ലേ. ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായാൽ എനിക്ക് എൻ്റെ സർവീസിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണെങ്കിൽ ഈ ഒരു ബിസിനസ്സുകാരന് ഞാൻ പേയ്മെൻറ്റ് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു തരുന്ന ബിസിനസ്സുകാരന് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്തായാലും 2 കൊല്ലം കഴിഞ്ഞിട്ടാവില്ല അല്ലേ. അയാളുടെ സർവീസ് മൊത്തം എനിക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷമായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. അല്ല, ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും, എനിക്ക് സർവീസ് കിട്ടുന്ന ഞാനും എനിക്ക് സർവീസ് ഡെലിവർ ചെയ്തു തരുന്ന ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാകും. നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും ഇല്ലേ.
അപ്പോൾ ആ എഗ്രിമെൻറ്റ് നിശ്ചിത ടൈം പീരീഡ് അപ്പോൾ ഞങ്ങൾ 2 കൊല്ലത്തെ കൃത്യം 8 ക്വാർട്ടറായിട്ട് അങ്ങ് ഭാഗിക്കും. ഓക്കെ, അത് 3 മാസം ഈ ഇയാൾ ചെയ്തു തരുന്ന വർക്കുകൾ അനുസരിച്ച് ഈ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാക്കും 3 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾ മൊത്തം പൂർത്തിയാക്കി ഇയാൾ തരും. അപ്പോൾ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ 2 കൊല്ലത്തെ ഞങ്ങൾ 8 ക്വാർട്ടറായിട്ട് ഭാഗിച്ചു. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇദ്ദേഹം പൂർത്തിയാക്കുന്ന വർക്കുകൾ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് ഈ കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് സപ്ലൈ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഞാൻ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് നൽകും. അപ്പോൾ എന്നാണോ ഞാൻ ഈ വലിയൊരു കാലഘട്ടത്തിൽ ക്വാർട്ടറായിട്ട് ഭാഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നൽകുന്നത്, ആ പേയ്മെൻറ്റ് നൽകുന്ന ആ കാലഘട്ടത്തെ മൈൽ സ്റ്റോൺസ് ആണെന്നാണ് പറയുക. ഓക്കെ, ആ ചെറിയ കാലഘട്ടത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കാൻ 2 കൊല്ലം സാവകാശം എടുക്കും. പക്ഷേ 8 ക്വാർട്ടറായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് എന്ത് നൽകുന്നത്, പേയ്മെൻറ്റ് നൽകുന്നത്. 3 മാസം കൂടുമ്പോൾ എന്താണ് പേയ്മെൻറ്റ് നൽകും. അപ്പോൾ അങ്ങനെ 3 മാസം കൂടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് നൽകുന്ന ആ ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ 8 മൈൽ സ്റ്റോൺ കൊണ്ടാണ് ഞാൻ ഇദ്ദേഹം എനിക്ക് ചെയ്തു തരുന്ന കൺസ്ട്രക്ഷൻ വർക്കിന് ഞാൻ പൈസ മൊത്തവും കൊടുത്തു തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മൈൽ സ്റ്റോണിലും അല്ലെങ്കിൽ ഓരോ ചെറിയ ക്വാർട്ടറിലും ഞാൻ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹം എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, എനിക്ക് ആ പൈസ കൊടുക്കുന്ന ഡേറ്റിന് മുമ്പോ അല്ല എങ്കിൽ എന്താണ് പൈസ കിട്ടിക്കഴിഞ്ഞോ ഇദ്ദേഹം മസ്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്തുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നീണ്ട കാലഘട്ടത്തിലേക്കുള്ള ഒരു സർവീസ് വർക്കാണ് ഒരു ബിസിനസ്സുകാരന് മറ്റൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഇദ്ദേഹം ഈ സർവീസ് സ്വീകരിക്കുന്ന ബിസിനസ്സുകാരനും കൺസ്ട്രക്ഷൻ സർവീസ് കൊടുക്കുന്ന സപ്ലയർ ബിസിനസ്സുകാരനും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ഒരു നിശ്ചിത ടൈം പീരീഡിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഇങ്ങനെ ചെയ്ത് നൽകുന്ന സർവീസിൻ്റെ ചാർജ് നിശ്ചിത ടൈം പീരീഡ് കൂടുമ്പോൾ എന്താണ് പേ ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ പേ ചെയ്യാൻ ഒരു ഡേറ്റ് ഈ 2 പേരും തമ്മിൽ ഡിസൈഡ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലോ മസ്റ്റായിട്ട് എന്ത് ചെയ്തുണ്ടാകണം, ഇൻവോയ്സ് ആ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ആ സർവീസ് സ്വീകരിക്കുന്ന റിസീപ്പിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് അതാണ്. ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇവർ പരസ്പരം പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് തൊട്ട് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, പേയ്മെൻറ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള ഡേറ്റ് ആയിരിക്കും കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇൻ ദ കേസ് ഓഫ് ഈ രീതിയിലുള്ള സർവീസിൻ്റെ കാര്യത്തിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെസഷൻ ഓഫ് സപ്ലൈ ഓഫ് ബിഫോർ കംപ്ലീഷൻ. ഞാൻ പറഞ്ഞു അത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അതും ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഞാൻ കേരളത്തിൽ ബിസിനസ്സുകാരനാണ്. എനിക്കെന്താണ് 2 കൊല്ലം കൊണ്ട് പണി തീർക്കേണ്ട ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തിയാക്കി തരണമെങ്കിൽ ആ കമ്പനി കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് സപ്ലൈ ചെയ്യേണ്ട കമ്പനി 1 കൊല്ലം എടുക്കും, 2 കൊല്ലം എടുക്കുന്ന ഒരു ഇത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇദ്ദേഹമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ഇങ്ങനെ നിശ്ചിത 3 മാസം കൂടുമ്പോൾ എന്താണ് ഇദ്ദേഹം പൂർത്തിയാക്കുന്നതിന് ആ വർക്കുകൾക്കനുസരിച്ച് പൈസ തന്നേക്കാമെന്ന്. അപ്പോൾ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സപ്ലൈയിലാണെങ്കിൽ ഇദ്ദേഹം എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ എന്നാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അയാൾക്ക് കിട്ടിയ ദിവസമോ ഇയാൾ എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് എൻ്റെ ഈ വർക്ക് അങ്ങ് ഇട്ടേച്ച് പോയി. ഇദ്ദേഹം എനിക്ക് മടുത്തു, ഇനി കൺസ്ട്രക്ഷൻ വർക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് താങ്കൾക്ക് ചെയ്തു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് നൽകിക്കൊണ്ടിരുന്ന കമ്പനി പകുതി ഇടയ്ക്ക് വെച്ച് ആ വർക്ക് എന്താണ് അവസാനിപ്പിച്ചെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഞാൻ മസ്റ്റായിട്ടും ഇദ്ദേഹം അത്രയും നാളും ചെയ്തു തന്നിരിക്കുന്ന വർക്കുകൾക്ക് എന്ത് കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം. എന്നാണോ ഞാൻ ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അന്നായിരിക്കും അദ്ദേഹം എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിറ്റുവേഷനാണ് നോർമൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു നോർമൽ രീതിയിൽ ഒരു റെസിപ്പിയന്റിന് ഒരു സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് സർവീസ് ഡെലിവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നോർമലി ഈ 4 രീതിയിലാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്. നമ്മൾ ഈ സർവീസിൻ്റെ കാര്യത്തിൽ 4 രീതിയിൽ ഈ 4 സന്ദർഭങ്ങളിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്സ്
പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സന്ദർഭം ഒന്നുകൂടെ പറയാം. നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ റിസീപ്പിന് സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ല എങ്കിൽ സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ള എന്ത് ഇഷ്യൂ ചെയ്തുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. ആ ടൈം പീരീഡാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, NBFC അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക്സ് അതുപോലത്തെ കമ്പനികളിൽ നിന്നാണ് സർവീസ് ഒരു റെസിപ്പിയൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർവീസ് കിട്ടി 45 ദിവസത്തിനുള്ളിലോ ആ സർവീസിൻ്റെ ചാർജ് പേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ചാർജ് ഷോ ചെയ്തുകൊണ്ടുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. അതാണ് ആ 45 ഡേയ്സ് ആണ് ഈ രീതിയിലുള്ള സർവീസ് ഡെലിവർ ചെയ്യുന്ന സർവീസ് ഡെലിവർ ചെയ്യുന്ന സപ്ലയേഴ്സ് കമ്പനീസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ടാക്സിബിൾ സപ്ലൈസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് പേഴ്സൺസ് തമ്മിലാണ് എങ്കിൽ അത് ഏതിൻ്റെയൊക്കെ കാര്യത്തിലാണ്, ഇൻഷുറൻസ് കമ്പനീസ് ആകാം, ബാങ്കിങ് കമ്പനീസ് ആകാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഇൻക്ലൂഡിങ് NBFC ഫേംസ് ആകാം, ടെലികോം കമ്പനീസ് ആകാം, അല്ലെങ്കിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള സപ്ലയർ തമ്മിലുള്ള ആളുകൾ തമ്മിലായിരിക്കാം ഈ രീതിയിലുള്ള സർവീസസ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലുള്ള ബിസിനസ്സുകാരുടെ കാര്യത്തിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടുന്നതിന് മുമ്പോ അല്ല എങ്കിൽ റെസിപ്പിയൻറ്റ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സർവീസ് കിട്ടിയത് എന്നാണോ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് അതിന് തൊട്ട് മുമ്പോ മസ്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള സർവീസ് സപ്ലൈ ചെയ്യുന്നത് വളരെയധികം ലോങ് ടൈമിലേക്ക് എന്ന് കരുതുക. ഓക്കെ, ലോങ് ടൈമിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കായിരിക്കാം ഈ ഒരു രീതിയിലുള്ള സർവീസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു മുകളിൽ പറഞ്ഞേക്കുന്ന രണ്ട് സന്ദർഭമൊന്നുമില്ല. അതായത് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കാൻ അയാൾ മറന്നു പോയിട്ടുണ്ട്. ഇനി അതല്ല, അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്നോ സർവീസ് കിട്ടുന്നതിന് മുമ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടല്ല, പക്ഷേ ലോങ് ടൈമിലേക്കുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ രണ്ട് ഡിസ്റ്റൻറ്റ് പേഴ്സൺ, അതായത് GST രജിസ്റ്റർ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർ ആ സർവീസ് ചെയ്ത് കൊടുത്തത് ഏത് ക്വാർട്ടറാണോ ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ, ആ ക്വാർട്ടർ റെസിപ്പിയൻ്റ് ആ സർവീസ് കിട്ടി ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, ആ ക്വാർട്ടർ അവസാനിക്കുന്ന ഡേറ്റിന് മുമ്പേ മസ്റ്റായിട്ടും ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം ആ സർവീസ് സ്വീകരിച്ചിരിക്കുന്ന റെസിപ്പിയൻറ്റിന്. ഓക്കെ, അപ്പോൾ ക്വാർട്ടർ എന്ന് പറയുന്നത് പഠിച്ചു നമ്മൾ. ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു ക്വാർട്ടർ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒരു ക്വാർട്ടർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒരു ക്വാർട്ടർ. അങ്ങനെ ഈ ക്വാർട്ടർ മാസം ഏത് ക്വാർട്ടറിലാണോ സർവീസ് കിട്ടിയേക്കുന്നത് സപ്ലയറുടെ കയ്യിൽ നിന്ന് ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് സർവീസ് കിട്ടി ആ ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പേ മസ്റ്റായിട്ടും ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സപ്ലൈയുടെ കാര്യത്തിലാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്നതിന് തൊട്ട് മുമ്പോ അല്ല എങ്കിൽ ആ ബിസിനസ്സുകാർ ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് ചെയ്തേക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സർവീസിന് പേയ്മെൻറ്റ് നടത്തിയേക്കാം എന്ന് പറയുന്ന ഡേറ്റിന് മുമ്പ് മസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, സർവീസിന് അങ്ങനെ കിട്ടുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അതല്ല, മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്നാണോ ഈ സപ്ലയർ ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സർവീസസ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സപ്ലയർ അയാളുടെ അക്കൗണ്ടിൽ ഈ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിൻ്റെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, പൈസ പേ ചെയ്യുന്നത് ആ ഡേറ്റിൽ മസ്റ്റായിട്ട് എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇങ്ങനെ സപ്ലയർ കൊടുക്കുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈമിലേക്കുള്ള ഒരു സർവീസാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ സർവീസ് എന്നാണ് പൂർത്തിയാകുന്നത് അന്ന് വരെയും ആ പൂർത്തിയാക്കിയതിന് ശേഷമല്ലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ സർവീസ് പൂർത്തിയാകുന്നതനുസരിച്ച് നിശ്ചിത ടൈം പീരീഡിൽ ആ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് എന്ത് കൊടുത്തിട്ടുണ്ടാകും, പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. ആ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് ഏതോ നിശ്ചിത ടൈം പീരീഡ് ഏതോ ചിലപ്പോൾ ക്വാർട്ടർ ആകാം,
അല്ലെങ്കിൽ ആ രീതിയിൽ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് നിശ്ചിത ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടാകും. ആ സർവീസിൻ്റെ വർക്ക് ആ സർവീസ് കിട്ടുന്നതനുസരിച്ച് പേയ്മെൻറ്റ് തന്നുകൊള്ളാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനെ വിളിക്കുന്ന പേരാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ മൈൽ സ്റ്റോൺ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഡേറ്റിന് തൊട്ട് മുമ്പ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആ ഡേറ്റിൽ നമ്മുടെ റെസിപ്പിയൻ്റ് സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക് പൈസ കൊടുക്കുന്ന ആ ഡേറ്റിൽ തന്നെ എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം. അതിന് ആ ഇൻവോയ്സ് പൈസ സ്വീകരിക്കുന്നതിന് ആ സർവീസ് പൈസ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ പൈസ സ്വീകരിക്കുന്ന ഡേറ്റിലോ ഇൻവോയ്സ് അത്രയും നാളത്തെ സപ്ലയർ കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ ചാർജ് എത്രയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, അതായിരിക്കും ഈ കാര്യത്തിൽ ഇൻവോയ്സിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ സർവീസ് അവസാനിപ്പിച്ച് സപ്ലയർ ഇനി സർവീസ് റെസിപ്പിന് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഇത്രയും നാളത്തെയും സർവീസ് അവസാനിപ്പിച്ചെങ്കിൽ എന്നാണോ അയാൾ സർവീസ് അവസാനിപ്പിച്ച് അയാൾക്ക് പേയ്മെൻറ്റ് വേണമെന്ന് പറയുന്ന ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ആ സപ്ലയർ ഇൻവോയ്സ് ആ റെസിപ്പിയന് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇൻവോയ്സ് സപ്ലയർ അങ്ങനെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, ഇൻവോയ്സിൽ അങ്ങനെ കൊടുക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, അത് അല്ല എങ്കിൽ date on which the payment is received in the books of accounts of the supplier. സപ്ലയർ ഈ സർവീസ് കൊടുത്തതിന് ശേഷം റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയതായിട്ട് അയാളുടെ ബുക്കിൽ എഴുതി വെക്കുന്ന ഡേറ്റോ അല്ല എങ്കിൽ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ചെക്ക് മുഖേനയാണെങ്കിൽ ആ പൈസ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, അത് ഏതാണോ നേരത്തെ വരുന്നത്, ഏത് രീതിയിലാണോ. ഇപ്പോൾ റെസിപ്പിയൻ്റെ നേരിട്ടാണ് പൈസ വരുന്നതെങ്കിൽ പൈസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്ന ആ ഡേറ്റും, അതുപോലെ തന്നെ സപ്ലയർ അയാൾക്ക് ആ റെസിപ്പിന് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റ്, ഈ രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ വിച്ചെവർ ഈസ് ഇയർലിയർ, ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് നമ്മുടെ സപ്ലയർ നമ്മുടെ റെസിപ്പിന് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യം ടാക്സിബിൾ ടൈം കണ്ടുപിടിക്കുന്ന സർവീസിൻ്റെ കാര്യത്തിൽ ടാക്സിബിൾ ടൈം കണ്ടുപിടിക്കുന്ന ഇങ്ങനെയായിരിക്കും. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഒന്നുകിൽ ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, നമ്മുടെ സപ്ലയർ നമ്മുടെ റെസിപ്പിന് സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്ന റെസിപ്പിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്, അല്ല എങ്കിൽ നമ്മുടെ സപ്ലയറിന് റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഡേറ്റ്, അല്ല എങ്കിൽ എന്താണ് പേയ്മെൻറ്റ് കാര്യത്തിലാട്ടോ നമ്മുടെ റെസിപ്പിൻ്റെ ചെക്ക് മുഖേനയുള്ള പേയ്മെൻറ്റാണ് നൽകിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇൻവോയ്സ് പറഞ്ഞിരിക്കുന്ന ഡേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പേയ്മെൻറ്റ് ഡേറ്റോ വെച്ച് നോക്കുന്നു. ഇതിൻ്റെ അകത്ത് ഏതാണോ നേരത്തെ വന്നേക്കുന്നത് അതായിരിക്കും ടാക്സിബിൾ ടൈമായിട്ട് നമ്മൾ ടാക്സിബിൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ടാക്സിബിൾ ടൈം ഓഫ് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്കത് ഒരു ഉദാഹരണത്തിലൂടെ പഠിച്ച് നോക്കാം. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുക, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഒരു കാർ സർവീസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കാറ് ഒന്ന് സർവീസ് ചെയ്ത് കിട്ടി. എനിക്ക് കാറിൻ്റെ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ ടാക്സിബിൾ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് അല്ലേ. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണമാണ് പഠിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ഡേറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് സർവീസ് അല്ലെങ്കിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന സർവീസിലെ ഡ്യൂ ഡേറ്റ് ഏത്, സപ്ലയർ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റ് ഏത്, അല്ല എങ്കിൽ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് റെസിപ്പിയൻ്റ് പൈസ കൊടുത്തതിന് ശേഷം അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. പേയ്മെൻറ്റ് കാര്യത്തിൽ 2 ഡേറ്റുകൾ എടുക്കുന്നു. ഒന്നെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കുന്നു. അതും ഏതെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ചെവർ ഇയർലിയർ, ഏതാണോ നേരത്തെ വന്നേക്കുന്നത് അതും, അതുപോലെ തന്നെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 ഒരു കാർ സർവീസ് കിട്ടിയിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരനായ എനിക്ക്. അത് സർവീസ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ എനിക്ക് കാർ സർവീസ് ചെയ്ത് തന്നിരിക്കുന്ന സപ്ലയർ അല്ലെങ്കിൽ കാർ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് ഞാൻ എന്ത് കൊടുത്തു? പേയ്മെൻറ്റ് കൊടുത്തു. എങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്? ചെക്കായിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് 2 ഒക്ടോബർ 2020 ഇനി പേയ്മെൻറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്നത് എന്നാണ്? 3 ഒക്ടോബർ 2020 ഇനി അയാൾ എനിക്ക് അതിന് ഇൻവോയ്സ് തന്നേക്കുന്നത് എന്നാണ്? ഇൻവോയ്സ് തന്നേക്കുന്നത് 5 ഒക്ടോബർ 2020 ഇനി തന്നിരിക്കുന്ന ഇൻവോയ്സിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻവോയ്സിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? 2 ഒക്ടോബർ 2020 ഇത്രയും ഡേറ്റുകളാണ് പ്രധാനമായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് നോർമൽ രീതിയിലുള്ള ഒരു സർവീസിൻ്റെ സപ്ലൈ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത്? എനിക്കെന്നാ സർവീസ് കിട്ടിയേക്കുന്നത്? 1 ഒക്ടോബർ 2020 അല്ലേ? എനിക്ക് സർവീസ് കിട്ടി 30 ദിവസം എന്ന് പറയുന്നത്, അതായത് 1 നവംബർ വരെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡ്യൂ ഡേറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ആ ഡ്യൂ ഡേറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ എനിക്ക് എന്താണ്? ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏതൊക്കെ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? എന്നാണോ എനിക്ക് കിട്ടിയേക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത്? ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏതാണ്? എനിക്ക് തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 ഒക്ടോബർ 2020. അതുപോലെ തന്നെ എന്താണ്? ഞാൻ എനിക്ക് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന എനിക്ക് ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ്, പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ചെക്ക് മുഖേന ആയതുകൊണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് അയക്കുന്നത് എന്നാണ്? 3 ഒക്ടോബറിലാണ്. അയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 2 ഒക്ടോബറിൽ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ വന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻവോയ്സിലെ ഡേറ്റ് ഒന്നുണ്ട്. ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 2 ഒക്ടോബർ 2020. അതവിടെ നിൽക്കട്ടെ. അതും അതിൻ്റെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? 2 ഒക്ടോബർ 2020 ആണ് അയാൾക്ക് ഞാൻ ചെക്ക് കൊടുത്തതായിട്ട് എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്നത്. സപ്ലയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെച്ചേക്കുന്നത് ഇന്ന ദിവസം പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇനി അയാളുടെ ബാങ്കുകളിൽ പൈസ ക്രെഡിറ്റ് അയക്കുന്ന ഏത് ഡേറ്റിനാണ്? 3 ഒക്ടോബർ 2020. അപ്പോൾ നേരത്തെ വന്നേക്കുന്ന ഡേറ്റ് ഏത് തന്നെയാണ്? അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്? 2 ഒക്ടോബർ 2020 പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ കമ്പയർ ചെയ്യേണ്ട ഡേറ്റുകൾ ഏതൊക്കെയാണ്? ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന 2 ഒക്ടോബർ 2020, അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെച്ചിരിക്കുന്ന 2 ഒക്ടോബർ 2020. ഇതിൻ്റെ അകത്ത് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് തന്നെയായിരിക്കും? നമ്മുടെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തന്നെയാണ് എടുക്കുക. പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്ന സെയിം ഡേറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കാം? നമുക്ക് 2 ഒക്ടോബർ 2020 ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് സർവീസ് കിട്ടിയിരിക്കുന്നത് ഒക്ടോബർ 1 ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത് 3 എന്ന് കരുതുക. ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നതാണ് 3 പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ഇയാളുടെ 3 തന്നെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കയറി. 5 ആയപ്പോഴും ഇയാൾ എന്ത് ചെയ്തു? എനിക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് തന്നു. 2 ആയപ്പോൾ ആ ഇഷ്യൂ ചെയ്ത് തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 1 എന്ത് ചെയ്തു? കാറ് എനിക്ക് സർവീസ് കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 ഇവിടെ ഒക്ടോബർ 3 ഞാൻ എന്ത് ചെയ്തേക്കുന്നത്? ഒക്ടോബർ 3 ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. 3 തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റായി. ഇൻവോയ്സ് കിട്ടിയേക്കുന്ന 5 അന്നേരം തന്നിരിക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2 അപ്പോൾ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 2 ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും പേയ്മെൻറ്റ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്ന ഡേറ്റും ഒക്ടോബർ 3 ഓക്കെ. ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഒക്ടോബർ 2, ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും എന്ന് പറയുന്നത് ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റും ഇയാളുടെ പേയ്മെൻറ്റ് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്ന ഡേറ്റും 3 ഈ രണ്ടുള്ള സന്ദർഭത്തിൽ ഏതായിരിക്കും ഞാൻ എടുക്കുക? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ഒക്ടോബർ 2 ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. കാരണം ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റാണ് നേരത്തെ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫോർവേഡ് ചാർജിൽ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പോൾ ഡ്യൂ ഡേറ്റിൻ്റെ സന്ദർഭം എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സപ്ലയർ ആ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ കൺസിഡർ ചെയ്യുന്ന 2 രീതിയിലുള്ള ഡേറ്റുകൾ. ഒന്ന്, അയാൾ കൊടുക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ തന്നെ അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും എടുക്കുക എന്നുള്ളത്. ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ തന്നെ അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ
ഇപ്പോൾ അതായത് ഒരു ബിസിനസ്സുകാരന് സർവീസ് കിട്ടി, ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിനുള്ളിൽ തന്നെ അയാൾ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് സർവീസ്, അല്ലെങ്കിൽ റിസിപ്റ്റ് ഓഫ് സർവീസ്. എന്നാണോ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് അത്, അല്ല എങ്കിൽ സർവീസ് കിട്ടിയതിന് ശേഷം റിസിപ്പിയൻ്റ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഈ രണ്ട് ഡേറ്റുകളായിരിക്കും പ്രധാനമായിട്ടും എടുക്കുക. ഓക്കെ, ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്കൊരു സർവീസ് കിട്ടി. എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതിയാണ് എനിക്ക് സർവീസ് കിട്ടിയേക്കുന്നത്. ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തത് 2-ാം തീയതിയാണ്. പേയ്മെൻറ്റ് കൊടുത്തത് ചെക്ക് മുഖേനയാണ്. ഞാൻ 2-ാം തീയതി പേയ്മെൻറ്റ് ചെക്ക് അയാളുടെ കൈ കൊടുത്തപ്പോഴേ തന്നെ എനിക്ക് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർ പറഞ്ഞു, അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെച്ചു 2-ാം തീയതി പേയ്മെൻറ്റ് തന്നു, ഇങ്ങനെ ചെക്ക് തന്നിട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അന്ന് തന്നെ ആ എമൗണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, എനിക്ക് സർവീസ് കിട്ടിയത് 1-ാം തീയതിയാണ്, പക്ഷേ ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് നൽകിയത് 2-ാം തീയതി എന്ന് സങ്കല്പിക്കുക. അയാൾ അന്ന് തന്നെ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചു, ഇന്ന ദിവസം പേയ്മെൻറ്റ് കിട്ടി, അന്ന് തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഈ രണ്ട് ഡേറ്റിൽ ഏതായിരിക്കും എടുക്കുക ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് സർവീസ്. എന്നാണോ എനിക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, എനിക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് എന്നാണ് ഒക്ടോബർ 1-ാം തീയതിയാണ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. ഓക്കെ, റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക ഈ ഒരു സന്ദർഭത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യം. ഡ്യൂ ഡേറ്റിനുള്ളിൽ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തില്ല എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഒന്നെങ്കിൽ ആ സർവീസ് സപ്ലയർ ഏത് റെസിപ്പിയനാണോ സർവീസ് കൊടുത്തേക്കുന്നത് ആ റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, അല്ല എങ്കിൽ അയാളുടെ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയ ഡേറ്റ്, അല്ല എങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് പേയ്മെൻറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്, അല്ല എങ്കിൽ എന്താണ് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ്. സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന ഡേറ്റ്, അല്ലെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെക്കുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ അല്ല എങ്കിൽ ഫോർവേഡ് സപ്ലൈയിൽ. ഓക്കെ, സർവീസിൻ്റെ കാര്യത്തിൽ. ഇനി ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇനി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്കിൽ നമ്മുടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റോ, അത് റെസിപ്പിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റോ, അല്ല എങ്കിൽ നമ്മുടെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയേക്കുന്ന ഡേറ്റോ ഒന്നും അറിയത്തില്ല എങ്കിൽ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആ സർവീസ് കിട്ടിയേക്കുന്ന റെസിപ്പിയൻ്റ് മസ്റ്റായിട്ടും അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, എനിക്ക് ഇന്ന ദിവസമാണ് സർവീസ് കിട്ടിയേക്കുന്നത്. ആ ഡേറ്റ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ആ സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഓക്കെ, ആ ദിവസമായിരിക്കും, അതായത് റെസിപ്പിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്നാണോ അയാൾക്ക് സർവീസ് കിട്ടിയതായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ആ ടൈമായിരിക്കും ഈ സപ്ലയർ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന സർവീസിൻ്റെ ടാക്സബിൾ ടൈമായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഉദാഹരണം ഇതാണ്. ഒക്ടോബർ 1-ാം തീയതി എനിക്കെന്താ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെ. ഒക്ടോബർ 1-ാം തീയതി 2020 എനിക്ക് കാർ സർവീസ് കിട്ടി. സർവീസ് കിട്ടിയല്ലോ, സർവീസ് കിട്ടി മസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യണം, 30 ദിവസത്തിനുള്ളിൽ, നോർമൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ സിറ്റുവേഷൻ്റെ കാര്യം. എങ്ങനെയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, സപ്ലയർ അയാളുടെ സർവീസ് റെസിപ്പിന് എത്തിച്ചു കൊടുത്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്തെടുത്തുണ്ടാകണം, ആ കൊടുത്തിരിക്കുന്ന സർവീസിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തുണ്ടാകണം. ഇൻവോയ്സ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30 ദിവസമായിരിക്കും. ഓക്കെ, സർവീസ് കൊടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സർവീസ് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം, നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് സർവീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകണം, അതായിരിക്കും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സാവകാശം കിട്ടിയിട്ടില്ല എങ്കിൽ, ആ ഒരു സാവകാശത്തിനുള്ളിൽ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്, നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഏതാണ്, സർവീസ് കിട്ടിയ ദിവസം, അല്ലെങ്കിൽ നമ്മുടെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടി, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്നു, അല്ലെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അയാൾ എഴുതി വെക്കുന്ന ഡേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ ഏതോ ആണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക, നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് 1 ഒക്ടോബർ 2020 ഒരു ബിസിനസ്സുകാരൻ എന്ത് കിട്ടി, കാർ സർവീസ് കിട്ടി. അപ്പോൾ സർവീസ് കിട്ടിക്കഴിഞ്ഞു, പക്ഷേ 30 ദിവസത്തിൽ എന്ത് കൊടുത്തിട്ടില്ല, 30 ദിവസമായിരുന്നു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കാണ്ട് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ഏതായിരിക്കും ടാക്സബിൾ ടൈമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല, ടാക്സബിൾ ടൈമായിട്ട് എടുക്കുക. ഇനി എന്താണെന്ന് വെച്ച് പറഞ്ഞുതരാം. 2 നവംബർ 2020 അയാൾക്ക് എന്ത് കിട്ടിയേക്കുന്നത്, ഈ സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് പേയ്മെൻറ്റ് കിട്ടിയേക്കുന്നത്
അത് നവംബർ മാസം 2-ാം തീയതി കിട്ടിയ അയാൾക്ക് പേയ്മെൻറ്റ് 3-ാം തീയതി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഇനി ഇയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലേ? 1 ഒക്ടോബറിലാണ് സർവീസ് കൊടുത്തത് റെസിപ്പിയൻറ്റിന്. ഒരു മാസം കഴിഞ്ഞാണ് നവംബർ 1-ാം തീയതിയാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, നവംബർ 1-ാം തീയതി തന്നെയാണ് പറഞ്ഞേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ഡ്യൂ ഡേറ്റിന് ശേഷമാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത് 2 ഡേറ്റുകൾ ഏതൊക്കെയാണ്? എന്നാണ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, പിന്നെ റെസിപ്പിയൻറ്റിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എന്നാണ് മറ്റേ ആൾക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്. അല്ല എങ്കിൽ പിന്നെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ഇവിടെ 2 ഡേറ്റുകൾ എടുക്കേണ്ട കാര്യമുള്ളൂ. എന്നാണ് റെസിപ്പിയൻറ്റിന് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, അല്ല എങ്കിൽ റെസിപ്പിയൻറ്റ് എന്നാണ് സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്തിയേക്കുന്ന ഡേറ്റ്. ഓക്കെ, ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റിന് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തേക്കുന്ന ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് വലിയ പ്രാതിനിധ്യം ഇല്ല. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ഡേറ്റ് എന്നാണ്? നമ്മൾ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഇൻവോയ്സ് കിട്ടിയേക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഡേറ്റുകൾ ഇത്രയേ ഉള്ളൂ. അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ്, സർവീസ് കിട്ടിയേക്കുന്ന എന്നാണ്? 1 ഒക്ടോബർ 2020. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സർവീസ് കിട്ടിയേക്കുന്ന റെസിപ്പിയൻറ്റ് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 നവംബറാണ്. അതുപോലെ തന്നെ 3-ാം തീയതി അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 നവംബർ. ഓക്കെ, വരുന്ന 2 ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 നവംബർ പേയ്മെൻറ്റ് കൊടുത്തു, അത് സപ്ലയർ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെച്ചു അല്ലേ. അപ്പോൾ സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റ് 1 ഒക്ടോബറും അതുപോലെ തന്നെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തായിട്ട് അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെച്ചേക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 നവംബറുമാണ്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ വന്നേക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 1 ഒക്ടോബറാണ്. സോ ടൈം ഓഫ് സപ്ലൈ എന്തായിട്ട് എടുക്കും? 1 ഒക്ടോബർ ആയിട്ട് എടുക്കും. 1 ഒക്ടോബർ 2020. കാരണം അന്നാണ് അയാൾക്ക് സർവീസ് കിട്ടിയേക്കുന്നത്, റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്നത്. റെസിപ്പിയൻറ്റ് സർവീസ് കിട്ടിയേക്കുന്നത് 1 ഒക്ടോബർ 2020. അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ 2 ഡേറ്റിൽ നേരത്തെ വന്നേക്കുന്ന ഏതാണ്? ടൈം ഓഫ് സർവീസ് കിട്ടിയേക്കുന്ന ഡേറ്റാണ് നേരത്തെ വന്നേക്കുന്നത്. പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പിന്നീടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിൻ്റെ കാര്യത്തിലാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിൻ്റെ കാര്യത്തിലാണ്. അതായത് ഏതെങ്കിലും ഒരു GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻറ്റിന് ഒരു സർവീസ് കിട്ടുന്നുവെങ്കിൽ ആ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം? ആ റെസിപ്പിയൻ്റ് ഇങ്ങനെ അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സർവീസിന് ഉണ്ടാകുന്ന ടാക്സ് എമൗണ്ട് അയാൾ തന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ഏത് സമയത്താണ് പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ടാക്സബിൾ ടൈം ഏതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന 3 രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, GST രജിസ്റ്റർ ചെയ്യാത്ത ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാകണം? സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ടാകണം. ആ സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61ാമത്തെ ദിവസം ഏതോ അതായിരിക്കും ഒന്നാമത്തെ സിറ്റുവേഷൻ എടുക്കുക. ഇനി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടി ഏതോ, സർവീസ് സപ്ലൈ ചെയ്യുന്ന പാർട്ടിക്ക് ഇങ്ങനെ ഈ രീതിയിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയൻ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റ് ഏതോ അതായിരിക്കും എടുക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് ഈ രീതിയിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61ാമത്തെ ദിവസം, അല്ല എങ്കിൽ ഈ സർവീസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് സർവീസ് സപ്ലൈ ചെയ്തിരിക്കുന്ന സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റോ അല്ലെങ്കിൽ സപ്ലയറുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആക്കുന്ന ഡേറ്റോ, ഈ 2 ഡേറ്റിൽ ഏതാണോ വിച്ചെവർ ഈസ് ഇയർലിയർ അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്? നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GST രജിസ്റ്റർ ചെയ്യാത്ത ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു സർവീസ് ഈ മാസം 1-ാം തീയതി, ഒക്ടോബർ മാസം 1-ാം തീയതി പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇയാൾ എനിക്ക് ബില്ല് തന്നേക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ് ബില്ല് തന്നേക്കുന്നത്. ഈ മാസം ഒക്ടോബർ 1-ാം തീയതി ബില്ല് തന്നു. അതിനുശേഷം വരുന്ന 61ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1 ആ ഡേറ്റ്. ഞാൻ ഇയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തത് ഈ മാസം 1-ാം തീയതി തന്നെയാണ് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ 2 രീതിയിലുള്ള ഡേറ്റുകളാണ് ഇവിടെ വരുന്നത്. ഇയാൾ എനിക്ക് സർവീസ് തന്നത് എന്നാണ് ഈ മാസം 1-ാം തീയതി. അന്ന് തന്നെ ഇയാൾ എനിക്ക് ഇൻവോയ്സ് തന്നു. ആ ഇൻവോയ്സ് തന്നു.
ആ ഇൻവോയ്സ് 1-ാം തീയതി തന്നെയാണ് തന്നത്. ആ ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതിയാണ് അല്ലേ. ഇനി ആ ഡേറ്റ് അപ്പോൾ ഡിസംബർ 1-ാം തീയതി ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന സപ്ലൈയുടെ കയ്യിൽ സർവീസ് കിട്ടി ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61-ാമത്തെ ദിവസമായ ഡിസംബർ 1-ാം തീയതി. അതുപോലെ തന്നെ ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ്, സർവീസ് കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി വെക്കുകയും ചെയ്തു. അതെന്ന് എഴുതി വെച്ചേക്കുന്നത് ഒക്ടോബർ 1-ാം തീയതി. ഈ 2 ഡേറ്റിൽ ഡിസംബർ 1-ാം തീയതി ഇൻവോയ്സ് കിട്ടിയിട്ട് വരുന്ന 61-ാമത്തെ ദിവസം സപ്ലയർക്ക് സർവീസ് കിട്ടി. അതിനുശേഷം ഞാൻ പേയ്മെൻറ്റ് നടത്തിയേക്കുന്ന ഒക്ടോബർ 1-ാം തീയതി. ഈ 2 ഡേറ്റിൽ ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിൽ നേരത്തെ വരുന്ന ഏതാണ്, ഇയാൾക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തേക്കുന്ന ഡേറ്റാണ് നേരത്തെ വരുന്നത്. ഒക്ടോബർ 1-ാം തീയതി പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. ആ ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഒക്ടോബർ 1-ാം തീയതി ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. കാരണം ഇൻവോയ്സ് കിട്ടിയത് ഒക്ടോബർ 1-ാം തീയതി ആണെങ്കിലും അതിന് ശേഷം വരുന്ന 61-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 1-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഈ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൻ്റെ കാര്യത്തിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന ഏത് തരത്തിൽ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കൈകളിൽ നിന്നാണെങ്കിൽ അതിന് റെസിപ്പിയൻ്റ് തന്നെ ഗവൺമെൻറ്റിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിന് ടാക്സ് അടയ്ക്കേണ്ട ടൈം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 രീതിയിൽ സന്ദർഭത്തിലാണ്. ഈ രീതിയിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഇൻവോയ്സ് കൊടുത്തിട്ട് വരുന്ന 61-ാമത്തെ ദിവസം അല്ല എങ്കിൽ സപ്ലയർ പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന ഡേറ്റ്. ഈ 2 ഏതാണോ നേരത്തെ വരുന്നത് അതായിരിക്കും എന്തായിട്ട് എടുക്കുന്നത്, നമ്മൾ സർവീസിൻ്റെ കാര്യത്തിൽ എടുക്കുക. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈം ഓഫ് സപ്ലൈ